ഇംഗ്ലണ്ടിനെതിരായ 4ാം ട്വന്റി മത്സരത്തിലും മലയാളി താരം സഞ്ജു സാംസനെ പ്ലെയിൻ 11-ൽ നിന്ന് പുറത്തിറക്കിയതോടെ ആരാധകരുടെ പ്രതിഷേധം അതിരുകടക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി ഇന്ത്യ മത്സരങ്ങൾ തോൽക്കുമ്പോഴും സഞ്ജുവിനെ മാത്രം കളിപ്പിക്കില്ലെന്ന ടീം മാനേജ്മെന്റിന്റെ കടുത്ത വാശി ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയായി കഴിഞ്ഞു. എന്നാൽ ഈ കടുത്ത അവഗണനകൾക്കിടയിലും സ്റ്റേഡിയത്തിൽ സഞ്ജു സാംസൺ കാണിച്ച മാന്യതയും അച്ചടക്കവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടുകയാണ്. 4ാം മത്സരം നടന്ന ബ്രിസ്റ്റോളിലെ സ്റ്റേഡിയത്തിൽ സഞ്ജു കളിക്കുന്നില്ലെന്ന് ഉറപ്പായതോടെ മലയാളി താരത്തിനു വേണ്ടി ആരാധകർ ഒന്നിച്ചുറക്കെ മുദ്രാവാക്യം വിളികളുമായി രംഗത്തെത്തി. ഗാലറിയിൽ സഞ്ജു സഞ്ജു വിളികൾ കനത്തലോടെ ഡഗ് ഔട്ടിൽ ഇരിക്കുകയായിരുന്ന സഞ്ജു സാംസൺ ആരാധകർക്ക് നേരെ തിരിയുകയും അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തനിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരോട് നിലവിലെ കളിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മൈതാനത്ത് കളിക്കുന്ന ഇന്ത്യൻ ടീമിനെ പിന്തുണയ്ക്കാനും സഞ്ജു കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് ആവശ്യപ്പെടുകയായിരുന്നു. തനിക്ക് തുടർച്ചയായി അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴും സ്വന്തം താല്പര്യങ്ങളെക്കാൾ ടീമിന്റെ അച്ചടക്കത്തിനും വിജയത്തിനും മുൻഗണന നൽകുന്ന സഞ്ജുവിന്റെ ഈ പെരുമാറ്റം കളി കണ്ട ഏവരുടെയും മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു. ബ്രിസ്റ്റോളിലെ 4ാം മത്സരത്തിന് മുമ്പ് തന്നെ ആരാധകരുടെ രംഗത്തു നിന്നുള്ള പ്രതിഷേധം ശക്തമായിരുന്നു. 3ാം ട്വന്റി മത്സരത്തിൽ 125 റൺസിന്റെ നാണംകെട്ട തോൽവിക്ക് ശേഷം ഇന്ത്യൻ ടീം നോട്ടിംഗ്ഹാം സ്റ്റേഡിയത്തിൽ നിന്ന് ഔദ്യോഗിക ബസിലേക്ക് കയറാൻ പോയപ്പോൾ ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിനും വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മയ്ക്കും നേരിടേണ്ടി വന്നത് വലിയ ജനരോഷമാണ്. നൂറുകണക്കിന് ക്രിക്കറ്റ് ആരാധകരാണ് ടീം ബസിനു ചുറ്റും തടിച്ചുകൂടിയത്. അവർ ഒച്ചത്തിൽ "വി വാണ്ട് സഞ്ജു, ഞങ്ങൾക്ക് സഞ്ജുവിനെ വേണം" എന്ന് ആവർത്തിച്ച് വിളിച്ച് ശക്തമായി പ്രതിഷേധിച്ചു. തുടർച്ചയായ പരാജയങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ അപ്രതീക്ഷിത പ്രതികരണം കേട്ട് ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിന്റെയും മോശം ഫോമിലൂടെ കടന്നുപോകുന്ന തിലക് വർമ്മയുടെയും മുഖഭാവം മാറുന്നത് വീഡിയോകളിൽ വ്യക്തമായിരുന്നു. ദൃശ്യങ്ങൾ ഇപ്പോൾ ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വലിയ രീതിയിൽ പടരുകയാണ്. സഞ്ജു സാംസണിനെ ടീമിൽ നിന്ന് മാറ്റിയ മാനേജ്മെന്റിന്റെയും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെയും തീരുമാനത്തിനെതിരെ വെറും ആരാധകർ മാത്രമല്ല, മുൻ ഇന്ത്യൻ താരങ്ങളും പ്രമുഖ കമന്റേറ്റർമാരും കടുത്ത അതിർത്തിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ടീമിന്റെ സെലക്ഷൻ രീതികളെ അവർ പരസ്യമായി ചോദ്യം ചെയ്തു കഴിഞ്ഞു. മുൻ ചീഫ് സെലക്ടർ കൂടിയായ സഞ്ജയ് മഞ്ജരക്കർ ഈ തീരുമാനത്തെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. സഞ്ജുവിനെ പ്ലെയിൻ 11-ൽ നിന്ന് മാറ്റിയെന്നോ? നിങ്ങൾ എന്തു തമാശ പറയുകയാണോ? ഇതൊരു പരിക്ക് കാരണം സംഭവിച്ച മാറ്റമാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അല്ലാതെ ഫോമിന്റെ പേരിലാണ് അവനെ മാറ്റിയതെങ്കിൽ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വിചിത്രവും മോശവുമായ സെലക്ഷനാണിത്. ഇനി 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയെ കളിപ്പിക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ സഞ്ജുവിനെ 3ാം നമ്പറിലേക്ക് മാറ്റി കളിപ്പിക്കാമായിരുന്നു. അതിനു പകരം അവനെ പൂർണ്ണമായി പുറത്തിറക്കിയത് ഒട്ടും ശരിയായില്ല. മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പത്താനും മാനേജ്മെന്റിന്റെ തന്ത്രങ്ങളെ ചോദ്യം ചെയ്ത് രംഗത്തെത്തി. ടീമിൽ ഒരേ ടൈപ്പ് കളിക്കാരെ, അതായത് ഇടംകൈ ബാറ്റർമാരെ മാത്രം കുത്തിനിറച്ച് സഞ്ജുവിനെ പോലെ ഒരു മാച്ച് വിന്നറെ പുറത്തിരുത്തുന്നത് തന്ത്രപരമായ വലിയൊരു പരാജയമാണ്. പിച്ചിന്റെ സ്വഭാവം നോക്കാതെയും ടീമിന്റെ സന്തുലിതാവസ്ഥ പരിഗണിക്കാതെയും എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ തിരിച്ചടിയാകും. ഇംഗ്ലണ്ട് പരമ്പരയിലെ അവഗണനകൾക്ക് പുറമെ ആരാധകരെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് വരാനിരിക്കുന്ന സിംബാബ്വെ ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും സഞ്ജുവിനെ BCCI പൂർണ്ണമായും വിട്ടുമാറ്റിയ നടപടിയാണ്. വരും ജൂലൈ 23 മുതൽ ആരംഭിക്കാൻ പോകുന്ന സിംബാബ്വെ പരമ്പരയ്ക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജുവിന്റെ പേര് അതിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. ഇഷാൻ കിഷാനെ പ്രധാന വിക്കറ്റ് കീപ്പറായും പഞ്ചാബ് കിങ്സ് താരം പ്രഭ് സിംഗിനെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായും ടീമിൽ എടുത്തപ്പോഴാണ് സഞ്ജു സാംസനെ പൂർണ്ണമായി ഒഴിവാക്കിയത്. 15-കാരൻ വൈഭവ് സൂര്യവംശിക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനും പുതിയ യുവാക്കളെ ടീമിൽ ഉൾപ്പെടുത്തി പരീക്ഷിക്കാനുമാണ് ഈ മാറ്റമെന്നാണ് BCCI വൃത്തങ്ങൾ നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. എന്നാൽ 2020 ലോകകപ്പ് ജയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു സീനിയർ താരത്തെ വെറും 3 മത്സരങ്ങളിൽ ഫോമില്ലായ്മയുടെ പേരിൽ മാത്രം ഇങ്ങനെ വേട്ടയാടുന്നത് ഒരു കാര്യത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഉറച്ച നിലപാടിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇപ്പോൾ നടക്കുന്നത് വ്യക്തമായ ഇരട്ടത്താപ്പാണെന്ന് ആരാധകർ ആരോപിക്കുന്നു. പുതിയ കളിക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നതിനോ യുവാക്കൾക്ക് അവസരം നൽകുന്നതിനോ ആരും എതിരല്ല. എന്നാൽ ടീമിന്റെ ജയപരാജയങ്ങളെ ബാധിക്കുന്ന രീതിയിൽ അനുസമ്പത്തുള്ള കളിക്കാരെ മനഃപൂർവ്വം മാറ്റി നിർത്തിക്കൊണ്ടാകരുത് ഇത്തരം പരീക്ഷണങ്ങൾ. തിലക് വർമ്മയും ശിവം ദുബെയും ഒക്കെ തുടർച്ചയായി പരാജയപ്പെട്ടിട്ടും അവർക്ക് ടീമിൽ വൈസ് ക്യാപ്റ്റൻ പദവിയും കൂടുതൽ അവസരങ്ങൾ നൽകി സംരക്ഷിക്കുമ്പോൾ സഞ്ജുവിന് മാത്രം എന്തുകൊണ്ടാണ് ഈ നീതി നിഷേധിക്കപ്പെടുന്നത്? ഒരു മത്സരത്തിൽ പരാജയപ്പെടുമ്പോഴേക്കും സഞ്ജുവിനെ ടീമിൽ പുറത്താക്കാൻ കാത്തിരിക്കുന്ന മാനേജ്മെന്റ് രീതി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നിലവാരത്തെ തകർക്കുന്നതാണ്. സിംബാബ്വെ പോലുള്ള ഒരു പരമ്പരയിൽ സീനിയർ താരങ്ങൾക്ക് വിശ്രമം നൽകുമ്പോൾ സഞ്ജുവിനെ പോലെ ഒരു കളിക്കാരനെ നായകനാക്കുകയോ അല്ലെങ്കിൽ ടീമിന്റെ പ്രധാന ബാറ്ററാക്കുകയോ ചെയ്യേണ്ടതിന് പകരം ടീമിൽ നിന്ന് തന്നെ ഒഴിവാക്കിയത് കടുത്ത അനീതിയാണ്. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലുടനീളം ഇന്ത്യ നേരിട്ട തിരിച്ചടികൾ വ്യക്തമാക്കുന്നത് ടീമിലെ ആഭ്യന്തര പ്രശ്നങ്ങളും തന്ത്രങ്ങളിലെ പാളിച്ചകളുമാണ്. സഞ്ജു സാംസൺ എന്ന കളിക്കാരനെ വെറുതെ ബെഞ്ചിൽ ഇരുത്തുന്നത് വഴി ഇന്ത്യൻ ടീം സ്വന്തം കാലിലാണ് കോടാലി വെക്കുന്നത്. ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ കടുത്ത ജനരോഷം BCCIയും സെലക്ടർമാരും കാണാതെ പോകരുത്. വരും ദിവസങ്ങളിൽ സിംബാബ്വെ പരമ്പര നടക്കുമ്പോൾ
ടീമിന്റെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുകയാണ്. ഇനിയെങ്കിലും ഇത്തരം വിവേചനങ്ങൾക്ക് അവസാനിപ്പിച്ച് അർഹതപ്പെട്ടവർക്ക് കൃത്യമായ അവസരങ്ങൾ നൽകാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് തയ്യാറാകണം. സഞ്ജു സാംസനെ 4ാം മത്സരത്തിലും പുറത്തിരുത്തിയതിനെതിരെ ആരാധകർ നടത്തിയ പ്രതിഷേധങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന സിംബാബ്വെ പരമ്പരയിൽ നിന്ന് താരത്തെ ഒഴിവാക്കിയ BCCI നടപടിയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. കൂടുതൽ ക്രിക്കറ്റ് വിശകലനങ്ങൾക്കായി സ്പോർട്സ് പിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.